പ്രിയപ്പെട്ട കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും ക്ലാസ് കാണാൻ റെഡി ആയിരിക്കുകയല്ലേ? ഇന്ന് നമ്മൾ പരിസര പഠനത്തിലെ മാനത്തേക്ക് എന്ന പാഠമാണ് പഠിക്കുന്നത്. നിങ്ങൾ നല്ല നിലാവുള്ള രാത്രിയിൽ മാനത്തേക്കൊക്കെ നോക്കിയിരിക്കാറില്ലേ? എന്തൊക്കെയാണ് ആ സമയത്ത് കാണാറ്? ചന്ദ്രനെയും നക്ഷത്രങ്ങളെയൊക്കെ കാണൂല്ലേ? അവിടെ ആരോ സൂര്യൻ എന്ന് പറഞ്ഞല്ലോ. ആരൊക്കെ രാത്രിയിൽ സൂര്യനെ കാണാറുണ്ട്? ഇല്ല അല്ലേ? നമ്മൾ പകലാണ് സൂര്യനെ കാണാറ്. ശരി, നിങ്ങൾ ഇങ്ങനെ മാനത്തേക്കൊക്കെ നോക്കിയിരിക്കുമ്പോ പാട്ടൊക്കെ ഓർമ്മ വരാറില്ലേ? ഒന്ന് പാടി നോക്കിക്കേ. ഞാനൊരു പാട്ട് പാടട്ടെ. എന്നും ഞങ്ങളുടെ മാനത്തൂടെ മിന്നും താരകമോടൊത്തങ്ങനെ സന്ധ്യമയങ്ങും നേരത്തെങ്ങനെ ചന്ദ്രിക തൂകാൻ വന്നൂടെ, ചന്ദ്രിക തൂകാൻ വന്നൂടെ. കൂട്ടുകാർക്ക് പാട്ട് ഇഷ്ടായോ? ശരി, കൂട്ടുകാർക്ക് രാത്രിയിലുള്ള നിലാവിന് പകലുള്ള പ്രകാശത്തെ പോലെ ചൂട് അനുഭവപ്പെടാറുണ്ടോ? എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത്? ചന്ദ്രന് സ്വയം പ്രകാശിക്കാനുള്ള കഴിവില്ല. സൂര്യനിൽ നിന്ന് ലഭിക്കുന്ന പ്രകാശത്തെ ഭൂമിയിലേക്ക് പ്രതിഫലിപ്പിക്കുക മാത്രമാണ് ചന്ദ്രൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ചന്ദ്രന്റെ നിലാവിൽ ചൂടില്ലാത്തത്. സൂര്യൻ എന്നാൽ സ്വയം ജ്വലിക്കുന്ന ഒരു നക്ഷത്രമാണ്. അപ്പോൾ നക്ഷത്രങ്ങളോ? ജ്വലിക്കുന്ന ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ. ഇനി നമുക്ക് ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഒന്ന് പരിചയപ്പെട്ടാലോ? നമ്മുടെ ഗ്രഹം ഏതാണ്? ഭൂമിയാണല്ലേ. എന്നാൽ ഈ ഗ്രഹം എന്താണ്? ഒരു നിശ്ചിത പാതയിലൂടെ സൂര്യനെ വലം വെക്കുന്ന ആകാശഗോളങ്ങളെയാണ് നമ്മൾ ഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഉപഗ്രഹമോ? ഗ്രഹങ്ങളെ വലം വെക്കുന്ന ആകാശഗോളങ്ങളെയാണ് ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ ഭൂമിയുടെ ഉപഗ്രഹം ഏതാണ്? ചന്ദ്രനാണല്ലേ. കൂട്ടുകാർക്ക് പകലും രാത്രിയും അനുഭവപ്പെടാറില്ലേ? എങ്ങനെയായിരിക്കും അത് സംഭവിക്കുന്നത്? നമുക്കൊരു പരീക്ഷണത്തിലൂടെ അതൊന്ന് കണ്ടു നോക്കിയാലോ? കൂട്ടുകാരെ, ഇവിടെ എന്തൊക്കെയാണ് കാണുന്നത്? നമ്മുടെ ഭൂമിയുണ്ട്. ഈ കോളം നമ്മൾ രണ്ടായി തിരിച്ച് ഒരു ഭാഗം പകലും ഒരു ഭാഗം രാത്രിയുമാക്കിയിട്ടുണ്ട്. ഒരു വശത്ത് സൂര്യനുണ്ട്, മറുവശത്ത് ചന്ദ്രനുണ്ട്. ഭൂമി സ്വയം കറങ്ങുന്നുണ്ടെന്ന് കൂട്ടുകാർക്ക് അറിയില്ലേ? ഭൂമി സ്വയം കറങ്ങുന്നുണ്ട് കേട്ടോ. ഭൂമി സ്വയം കറങ്ങുന്നത് നോക്കൂ. ഇപ്പോൾ ഭൂമിയിലേക്ക് സൂര്യപ്രകാശം പതിക്കുന്നത് കൂട്ടുകാർ കണ്ടില്ലേ? ഇങ്ങനെ ഭൂമിയിലേക്ക് സൂര്യപ്രകാശം പതിക്കുമ്പോൾ ആ ഭാഗം പകലും മറുഭാഗം രാത്രിയുമായിരിക്കും. ഒന്നുകൂടെ നോക്കൂ. ഭൂമി സ്വയം കറങ്ങുന്നത് കൊണ്ടാണ് നമുക്ക് പകലും രാത്രിയും മാറി മാറി അനുഭവപ്പെടുന്നത്. ഇപ്പൊ കൂട്ടുകാർക്ക് രാവും പകലും എങ്ങനെ ഉണ്ടാകുന്ന മനസ്സിലായില്ലേ? ഭൂമി സ്വയം കറങ്ങുമ്പോൾ സൂര്യപ്രകാശം പതിക്കുന്ന ഭാഗം പകലും പതിക്കാത്ത ഭാഗം രാത്രിയുമായി മാറി മാറി അനുഭവപ്പെടുന്നു. ശരി, ഭൂമി ഇങ്ങനെ സ്വയം കറങ്ങുന്നതിനെ ഭ്രമണം എന്ന് പറയുന്നു. ഭൂമിക്ക് ഒരു പ്രാവശ്യം ഭ്രമണം ചെയ്തു തരാൻ 24 മണിക്കൂർ വേണം. ഇതാണ് ഒരു ദിവസം. ഭൂമി സ്വയം കറങ്ങുന്നതിനോടൊപ്പം സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്നുമുണ്ട്. ഇതിന് പരിക്രമണം എന്ന് പറയുന്നു. ഭൂമിക്ക് ഒരു പ്രാവശ്യം പരിക്രമണം ചെയ്തു വരാൻ 365 ദിവസം എടുക്കും. ഇതാണ് ഒരു വർഷം. കൂട്ടുകാരെ, നമ്മൾ ചില ദിവസങ്ങളിൽ ചന്ദ്രനെ തീരെ കാണാത്ത ദിവസങ്ങളും എന്നാൽ നല്ല പൂർണ്ണമായും കാണുന്ന ദിവസങ്ങളും ഇല്ലേ? എങ്ങനെയാണ് സംഭവിക്കുന്നത്? നമുക്ക് നോക്കിയാലോ? സൂര്യനും ചന്ദ്രനും ഭൂമിയും നേർരേഖയിൽ വരുമ്പോൾ ചന്ദ്രന്റെ പ്രകാശിതമല്ലാത്ത ഭാഗം ഭൂമിക്ക് അഭിമുഖമായി വരുമ്പോൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രനെ തീരെ കാണാൻ കഴിയില്ല. ഈ ദിവസമാണ് അമാവാസി അഥവാ കറുത്തവാവ്. ഇനി സൂര്യന്റെയും ചന്ദ്രന്റെയും ഇടയിൽ ഭൂമി വരുമ്പോൾ ചന്ദ്രന്റെ പ്രകാശിത ഭാഗം ഭൂമിയിലേക്ക് പതിക്കുമ്പോൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ
ചന്ദ്രനെ നല്ല പൂർണ്ണമായും കാണാൻ കഴിയും. ഈ ദിവസമാണ് പൗർണമി അഥവാ വെളുത്ത വാവ്. ഇനി കൂട്ടുകാർക്ക് കൂടുതൽ മനസ്സിലാവാൻ വേണ്ടി ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ഒരു അമാവാസി മുതൽ പൗർണമി വരെയുള്ള ദിവസങ്ങളിൽ ചന്ദ്രന്റെ വളർച്ചയിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. ഇതാണ് ചന്ദ്രന്റെ വൃദ്ധി എന്ന് പറയുന്നത്. കൂട്ടുകാർ ഈ പട്ടികയിലേക്കൊന്ന് നോക്കൂ. അമാവാസിക്കു ശേഷമുള്ള ഓരോ ദിവസങ്ങളുടെയും ചന്ദ്രന്റെ രൂപ വ്യത്യാസങ്ങളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഒന്നാം ദിവസത്തെ നോക്കൂ. ഇത് വളരെ ചെറുതാണ്. ഇതിനാണ് ചന്ദ്രകല എന്ന് പറയുന്നത്. ഇനി നാലാം ദിവസത്തേത് നോക്കൂ. ചന്ദ്രകല കുറച്ചുകൂടി വലുതായില്ലേ? ഇങ്ങനെ ഓരോ ദിവസം കഴിയും തോറും ചന്ദ്രകലയുടെ വളർച്ചയിൽ കൂടുതൽ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. ഇനി അവസാനം 14-ാം ദിവസത്തേത് നോക്കൂ. പൂർണ്ണ ചന്ദ്രനായി കാണുന്നു അല്ലേ? ഇതാണ് പൗർണമി. ഇങ്ങനെ ചന്ദ്രന്റെ വളർച്ചയ്ക്ക് പറയുന്ന പേരാണ് വൃദ്ധി. ഇനി നിങ്ങൾ ഇതുപോലെ അടുത്ത അമാവാസി മുതൽ പൗർണമി വരെയുള്ള ദിവസങ്ങളിൽ ചന്ദ്രനെ നിരീക്ഷിച്ച് ഇതുപോലെ ഒരു പട്ടിക തയ്യാറാക്കുമല്ലോ. ഒരു അമാവാസി മുതൽ അടുത്ത പൗർണമിയാകാൻ 14 ദിവസം എടുക്കും. ഈ കാലയളവിലാണ് വൃദ്ധി സംഭവിക്കുന്നത്. അതുപോലെ ഒരു അമാവാസി മുതൽ അടുത്ത അമാവാസിയാകാൻ 28 ദിവസം എടുക്കുന്നു. എങ്കിൽ ഒരു പൗർണമി മുതൽ അടുത്ത അമാവാസിയാകാൻ എത്ര ദിവസം എടുക്കും? അതെ, 14 ദിവസം എടുക്കും അല്ലേ? അതുപോലെ ഒരു പൗർണമി മുതൽ അടുത്ത പൗർണമി ആകാനോ? 28 ദിവസം എടുക്കും അല്ലേ? ശരി. കൂട്ടുകാരെ, കൃത്രിമോപഗ്രഹം എന്ന് കേട്ടിട്ടുണ്ടോ? മനുഷ്യൻ വിവിധ ആവശ്യങ്ങൾക്കായി നിർമ്മിച്ച ഉപഗ്രഹങ്ങളാണ് കൃത്രിമോപഗ്രഹങ്ങൾ. ഇവ റോക്കറ്റിന്റെ സഹായത്തോടെയാണ് ബഹിരാകാശത്തേക്ക് എത്തുന്നത്. ആര്യഭട്ട, എഡ്യൂസാറ്റ്, ഇൻസാറ്റ് ഇവയെല്ലാം ഇന്ത്യ വിക്ഷേപിച്ച കൃത്രിമോപഗ്രഹങ്ങളാണ്. ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഗ്രഹവും ഉപഗ്രഹവും പഠിച്ചു, ഭ്രമണവും പരിക്രമണവും കുറിച്ച് പഠിച്ചു, പിന്നെയോ അമാവാസിയും പൗർണമിയും പഠിച്ചു. പിന്നെ ചന്ദ്രന്റെ വളർച്ചയെ കുറിച്ചും കൃത്രിമോപഗ്രഹങ്ങളെ കുറിച്ചൊക്കെ പഠിച്ചു അല്ലേ? ഈ കൂട്ടുകാരൊരു കാര്യം ചെയ്യണം. ഇതൊക്കെ വെച്ച് ഒരു പതിപ്പ് തയ്യാറാക്കണം. ചെയ്യില്ലേ കൂട്ടുകാര്? എന്നിട്ട് നിങ്ങളുടെ ക്ലാസ് ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.